കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ. കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ. ഇതെന്താന്ന് ഗാനമേള എന്താ പരിപാടി? ഇത് പൈൻ്റാണ്, ഒരു പൈൻ്റാണ്. വെറുതെ ഇരുന്നപ്പേ എന്ത് പരിപാടികളെ കാണിക്കണം. വളരെ മോശമായി പോയിട്ടോ. മോശമായി പോയി ഇവരൊക്കെ മോശം സാധനമാണ്. പൈസ ഉണ്ടായില്ല, നല്ല സാധനം മേടിക്കണം അടുത്ത അല്ലേ. ഉള്ള പൈസക്കല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ ഓരോ തട്ടുത്തരം പറഞ്ഞോട്ടാ, ഓരോ കാര്യം കാണിക്കണം. എന്ത് പണി കാണിക്കണം നിങ്ങള്? അതെ, ഇന്നിപ്പോ ആരും ഇല്ലല്ലോ വീട്ടില്, പെണ്ണുങ്ങൾ ആരും ഇല്ലല്ലോ. അപ്പൊ ജോസൂട്ടി ഇങ്ങനെ സംഗതി പറഞ്ഞ പിന്നെ ആയിക്കോട്ടെ പറഞ്ഞു. ഞാൻ എന്നെ പറഞ്ഞത് പെണ്ണുങ്ങളില്ലാത്ത സമയത്ത് നിങ്ങള് കുടുംബത്തിൽ ഈ ജാതി പണികൾ കാണിക്കരുത്. പെണ്ണുങ്ങൾ എന്തിനാ? ഞങ്ങൾ രണ്ടുപേരും കൂടി അല്ല അടിക്കണം, അതിനെന്തിനാ പെണ്ണുങ്ങള്? ഇവനോടൊക്കെ എന്ത് വർത്താനം പറയണത്? വളരെ മോശമല്ലേ ഇത്? അവരങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ അപ്പൊ നിങ്ങൾ ഒരു കുപ്പി പൊട്ടിക്കാന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് തോന്നുക? ഓരോ പണി കാണിക്കണത് ഭയങ്കര വൃത്തികേടായത്, ഓരോ കാര്യങ്ങള്. ഇനി പോട്ടെ, ഇതിപ്പോ ഇനിയില്ല, ഇനി വേണ്ട. എന്താ മനസ്സിലാക്കാത്തത്? ഇതൊരു വീടല്ലേ ഇത്? ഇജ്ജിവിടെ ഞാൻ എന്റെ വീട് എന്നുള്ള വെച്ചിട്ടല്ല പറഞ്ഞ എന്റെ വീട് എന്നുള്ള പോട്ടെ. ഇതൊരു ഇജ്ജിവിടെ ഒരു കുടുംബമായിട്ട് താമസിക്കുക. ഇത് വീടിന് ഐശ്വര്യക്കേടാണ്. ചങ്ങായല്ല ഞാൻ പറഞ്ഞത്. എന്ത് ഇപ്പൊ എന്റെ വീടായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു ഒരു ബർക്കത്ത് കുറവ് ഉണ്ടായിന്. നിങ്ങൾ ഒരു വീടിന്റെ ഉമ്മർത്ത് ഇരുന്നിട്ട് ഇങ്ങനെ മദ്യം കഴിക്കാന്ന് പറഞ്ഞാല് അതിന് നമ്മള് മൂന്നാളല്ലേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ അത് വളരെ മോശമാണ്. വർക്കത്ത് കേടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മ ഇത് പാതി അടിച്ചിട്ട് ഇട്ടുകൊണ്ട് പോയാല് വർക്കത്ത് കേടാണ്. ഇത് നമ്മ ഫുള്ള് അടിച്ചാൽ കുപ്പി അങ്ങോട്ട് കളഞ്ഞുകൊണ്ട് പോയാൽ ഒരു വർക്കത്ത് കേടുമില്ല. പോയടാ അവിടുന്ന്. എന്ത് പറഞ്ഞാലും ഉണ്ടോ അവന്റെ ഒരു തമാശ. എന്റെ തമാശ കളിക്കണ ഇതല്ലേ? ഇത് തന്നെയാണ് നിങ്ങൾ രണ്ടാളും, നിങ്ങൾ ഇല്ല കുട്ടികളും അവരായിട്ട് പോവാന്ന് പറഞ്ഞ പോലെ കാഴ്ചകളൊക്കെ ഇല്ലാന്ന് പറഞ്ഞ ഞാൻ പോയിരുന്നു. അങ്ങനെ ഞാൻ പോയിരുന്നു. നിങ്ങൾ ഈ ജാതി പരിപാടിക്കായിരിക്കണേ അങ്ങനെ പറയുന്നത്. ഇതിപ്പോ എന്താ വെച്ചാലേ, ഒന്നാമത് പെണ്ണുങ്ങളില്ല, പിന്നെ ഇന്ന് പണിയില്ലല്ലോ. അപ്പൊ ഇവനും വേറെ പരിപാടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കിട്ടാൻ പോണേ? ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളെന്നല്ലേ, എനിക്കൊരു കുഴപ്പം തോന്നുന്നുണ്ടല്ലോ ഇത് കഴിക്കാണ്ട്. എന്തെങ്ങൾക്ക് കിട്ടുന്നത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? അങ്ങനെ കുഴപ്പം നിങ്ങൾക്ക് അറിയില്ല. അതന്നെ, ഇതൊന്നും അത്ര നല്ല കാര്യമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ല, ആരോഗ്യത്തിന് ഹാനികരമൊന്ന് അല്ലടാ. പരികുട്ടി പറയുന്നത് കാര്യണ്ട്, നമ്മളിത് കുറച്ച് കൂടുന്നുണ്ട്, അത് കുറച്ച് കുറക്കണം എന്നാണ് പറയണത്. എടാ അതല്ല പറഞ്ഞപ്പോ ആ പെണ്ണുങ്ങൾ അവർക്ക് കയറി കൊണ്ടുവരുമ്പോ നിങ്ങൾ രണ്ടാളും നിങ്ങളിപ്പോ ഇവിടുന്ന് പോയി എന്നുള്ളതല്ല. കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവരില് കാണാത്തുള്ളത് പടച്ച റബ്ബ് കാണണ്ടേ. നിങ്ങളിത് ഈ വീടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ വെള്ളം കുടിക്കണേ. അത് മനസ്സിലാക്കി നിങ്ങള്. ഇതൊക്കെ അവര് തന്നെ ഉണ്ടാക്കിയിട്ട് അവര് തന്നെ കുടിക്കരുതെന്ന് പറഞ്ഞോടൊക്കെ വർത്താനം പറയണ. എടാ ഞാൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടോ, ഇതൊരു വീടാണ്. അത് നിങ്ങളിപ്പോ സാധാരണ നിങ്ങൾ കഴിക്കണൊക്കെ അറിയണല്ലേ? നിങ്ങൾ മദ്യം കഴിക്കണ അറിയാത്ത ആളെ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിപ്പോ പോയി നിങ്ങളെ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇല്ലാത്ത സമയം അപ്പ കുപ്പി പൊട്ടിക്കാൻ നല്ലത് പെണ്ണുങ്ങളുള്ളപ്പോ കുടിച്ചാൽ മതിയായിരുന്നു. ഇത്രയും കേക്കണ്ട, ആ ഉള്ള സ്പീഡും പോയി. ഈ ഹാമക്കിനോടൊക്കെ പറയണ നേരം കൊണ്ടേ ആവശ്യമില്ലാത്തവരെ വർത്താനം. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കള്ള നായ്ക്കളുടെ അടുത്ത് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? കുടുംബത്തിന്റെ വർക്കത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇല്ലാണ്ടായ പിന്നെ എന്താ പറയുക കളി? അല്ല പിന്നെ മനുഷ്യന്മാരായത്തിന് ഉൾപ്പോണം. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവും. ആരാണ്? എന്താണ്? ഒന്ന് വാചേട്ടാ. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചു. എന്റെ ബെഡ്റൂമിൽ ഒരു പെണ്ണ്. എന്റെ ബെഡ്റൂമിൽ ഒരു പെണ്ണ്. പെണ്ണോ? നമ്പറാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുടിക്കണത് നിർത്തിക്കാനുള്ള നമ്പറല്ലേ? കയ്യിലിരിക്കട്ടെ. പടച്ച റബ്ബന്നെ സത്യം എന്റെ ഉള്ളിൽ വന്നു നോക്കേ.
അല്ല പെണ്ണെങ്ങനെ വരാണെന്ന് ഇപ്പൊ അവിടെ പരീക്ഷ അറിയാതെ ആരാണ് ചോദിച്ചത്? ആരാണെന്ന് എന്താന്ന് അറിയൂലടാ, അതൊന്ന് വന്നു നോക്ക്. അല്ലെന്ന് അവരങ്ങനെ പറയൂല, നമ്മ ഒന്ന് പരിചയപ്പെട്ട് മുട്ടണം. ഒരു മനുഷ്യനൊരു അവസ്ഥ ഉണ്ടാവുമ്പോ എന്തിച്ച് പറഞ്ഞേ? എടാ എനിക്കറിയില്ല എന്താന്ന് വെച്ചാൽ ഒന്ന് വന്നു നോക്ക്. ഇന്ന അവിടെ ചെന്ന് നിന്നെ ഇത് പോയില്ലേ മനുഷ്യനെ അടങ്ങി വന്നു നോക്കണം. നമ്പർ കാണിക്കാൻ നമ്മ കുടിക്കണേന് കൂടാ കൊല്ലു. ആരോട് പറഞ്ഞിട്ടാ പരീക്ഷ ഇതിനെ കൊണ്ടുവന്നത്?